കർണാടകത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ബിജെപിക്കും കോൺഗ്രസിനും അഭിമാന പോരാട്ടമാണ്. അവിടെ അധികാരം നിലനിർത്താൻ കോൺഗ്രസും അധികാരം തിരിച്ചുപിടിക്കാൻ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ബിജെപിയും ശ്രമിക്കുന്നു. സർവേ ഫലങ്ങൾ, അവസാനം വന്ന സർവേ ഫലങ്ങൾ കോൺഗ്രസിന് അനുകൂലമാകുമ്പോൾ എന്ത് പ്രതീക്ഷയാണ് അവിടെ ബിജെപി പുലർത്തുന്നത്? ജാതി സമവാക്യങ്ങളൊക്കെ നിർണായകമായ ആ സംസ്ഥാനത്ത് പോരാട്ടം എത്രത്തോളം കടുപ്പമാകും? സതീഷ്, രഞ്ജിത്ത്, കർണാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ബിജെപിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്നു എന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ ത്രിപുര തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപി ത്രിപുരയിലും നോർത്ത് ഈസ്റ്റുമെല്ലാം നേടിയ വിജയത്തിന് ശേഷം ബിജെപിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരേണ്ട അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ആധിപത്യമുള്ള ഏക സംസ്ഥാനമാണ് കർണാടക എന്ന് പറയേണ്ടി വരും. കാരണം ഒരു സമയത്ത് ഒട്ടേറെ ലോക്സഭാ സീറ്റുകൾ ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ ദക്ഷിണേന്ത്യയിൽ തന്നെ താമര വിരിഞ്ഞ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ തന്നെയാണ് ബിജെപി കർണാടകയിൽ അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്ന് ബിജെപി നേതാക്കൾ പോലും സമ്മതിക്കുന്നു. കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ദേവഗൌഡയുടെ ജനതാദൾ സെക്കുലർ JDS കറുത്ത കുതിരകളായി മാറും എന്നുള്ള ഒരു പ്രഖ്യാപനം പോലുമുണ്ട്. കാരണം ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനായിരിക്കും കർണാടക സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള അഴിമതികൾ ആ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മേൽക്കൈയുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. വളരെ ചിട്ടയായ താഴെത്തട്ട് മുതലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു. അതിന് KC വേണുഗോപാലും വിഷ്ണുനാഥും അടക്കമുള്ള കേരള നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ആ രീതിയിൽ ബൂത്ത് തലം മുതലുള്ള ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ ഒരു വർഷം മുൻപ് തന്നെ കോൺഗ്രസ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസ് വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് കർണാടകത്തിലുള്ളത്. എന്നാൽ മറുഭാഗത്ത് ബിജെപി ആകട്ടെ ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിൽ ഭരണം പിടിക്കേണ്ടത്, അതിനൊപ്പം തന്നെ കർണാടകത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടത് വലിയ അനിവാര്യതയാണ്. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ഹിന്ദി സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കുറയുന്ന സീറ്റുകൾ അത് കർണാടകമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതാണ് ബിജെപിയുടെ തന്ത്രം. എന്തായാലും ഇതിനെയെല്ലാം അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയായി അല്ലെങ്കിൽ ഒരു സ്വാധീനമായി കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ JDS അവിടെ വളരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്വാധീനം ഉറപ്പിക്കുന്നു JDS എന്നതാണ് വാസ്തവം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്ട് 8% വോട്ടുകളുള്ള BSPയുടെ മായാവതി ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി ഒരു പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത് കർണാടകത്തിൽ JDSുമായിട്ടാണ്.